ദേവസി, എന്തൊരു മറവിയടാ ഇത്. കൊട എടുത്തോണ്ട് പോടാ. നേരെ വന്ന് പറയടാ. പോവാം. പാപ്പൻ റെഡി. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. പാപ്പൻ കൊടയെടുത്തിരിക്കുന്നു. നീ ഇനി അധികം ബുദ്ധിമുട്ടണ്ടാ കുഞ്ഞെ. എന്റെ കാര്യം നോക്കാൻ ഒരാളായടാ. അതാരപ്പാ, പാപ്പൻ വല്ല കല്യാണവും കഴിച്ചോ? അതേടാ, ആര്? നിന്റെ കുഞ്ഞമ്മേ. നടക്കടാ, നടക്കടാ. കല്യാണം. ഓ, വേദാന്തം പറയാൻ എല്ലാവർക്കും പറ്റും. റബ്ബറിന് ഇപ്പൊ ഇവിടെ വിലയില്ല. വാനില വന്നപ്പോ റബ്ബർ വെട്ടി വാനില വെച്ചു. ഇപ്പൊ വാനില എവിടെ? റബ്ബർ വെട്ടി വാനിലോ ലോറിയിലോ കൊണ്ടുപോകും. അതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം പള്ളി വികസനമാ. പുലിമുട്ടിക്കാര് വലിയ ഫാമിലി അല്ലേ? അതെ, അവര് പറയട്ടെ. അതിപ്പോ പാപ്പൻ പറയാടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാപ്പൻ വിചാരിച്ചാൽ അച്ഛൻ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ ഇവിടെ പുഷ്പം പോലെ നടക്കും. എന്തോ അങ്ങനെ ഇപ്പം പാപ്പം മാത്രം തന്നിട്ടുള്ള വികസനം ഇവിടെ ഉണ്ടാക്കണ്ട. വേറെയും 500 കുടുംബങ്ങളുണ്ടല്ലോ. അല്ല, ഞങ്ങൾ വരുത്തരായിട്ടാണല്ലോ ഇവിടെ വെപ്പ്. എന്നാ പിന്നെ വരുത്തരല്ലാത്തൊരു ചെയ്യട്ടെ. അത് ബേബിച്ചൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടത് ഈ പാരിഷ് ഹാളൊന്ന് വലുതാക്കണം. വലിയ റബ്ബർ വ്യാപാരിയല്ലേ ഈ പൂന്താനം ജോപ്പൻ. വേണമെങ്കിൽ ജോപ്പനും ആകാം. അയ്യോ, ഓ ജോപ്പൻ കോപ്പി. എത്ര റബ്ബർ ആടാവുകയെ നിനക്ക് വെട്ടാനുള്ളത് ഈപ്പ? പിന്നെ പള്ളി നവീകരണത്തിന് നിനക്കും ഒരു തുകയാകാം. അച്ഛോ, റബ്ബറിനൊന്നും വിലയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അച്ഛൻ കേട്ടില്ലേ? അച്ഛൻ ഒന്നല്ലേ ജീവിക്കുന്നത്? സിമിത്തേരി നവീകരണത്തിനും പള്ളിക്കൊരു പ്ലാനുണ്ട്. ഈ മുട്ടുമ കുടുംബത്തിൽ ആരാ ഇവിടെ ഉള്ളത്? ഫിലിപ്പുണ്ടല്ലോ. ഫിലിപ്പ്. വേണമെങ്കിൽ ഫിലിപ്പിനും ആകാം. ഓ, നോക്കാച്ചോ, പക്ഷെ ഉറപ്പില്ല. ഫിലിപ്പിന് ഉറപ്പില്ല. പിന്നെ ജീവകാരുണ്യ നിധി. പഴയ പോലൊന്നും സംഭാവന ഇല്ലെന്നേ. അതെ, അച്ഛൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് കോടികളുടെ പ്ലാനാ. ഇതൊക്കെ ഉടനടി നടക്കുന്ന കാര്യമൊന്നോ? വേണമെങ്കിൽ പള്ളി പെരുന്നാളിന് 10,000 25,000 അങ്ങോട്ട് തരാം. അല്ലാതെ വലിയ കഷ്ടത്തിലാച്ചോ. വിശ്വാസികളുടെ പണം വേണ്ടേ? പണമില്ലാഞ്ഞിട്ടാണോ ജോർജ് പുതിയൊരു ബെൻസ് കാർ പള്ളിമുറ്റത്ത് കിടക്കുന്നത്? എന്റെ പൊന്നച്ചോ, അതൊക്കെ സീസിയാ. ഇനിയിപ്പോ സമയം അടുത്ത പള്ളി കമ്മിറ്റി കാണാം. അതെ, നിന്നെയൊക്കെ പള്ളി കമ്മിറ്റി പങ്കെടുപ്പിക്കണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. തൊമ്മിയും ജോർജും ഇല്ലാതെ അച്ഛൻ കമ്മിറ്റി നടത്തത്തില്ല. അത്രേ ഉള്ളൂ. ജോർജ്, ഞങ്ങളും വരുന്നു. വാടാ ജോപ്പ. അവന്റെ അച്ഛൻ കണ്ടല്ലോ, ഇതുപോലുള്ളവന്മാരാ പള്ളി കമ്മിറ്റിയിലുള്ളത്. ഇപ്പൊ മനസ്സിലായല്ലോ പാപ്പൻ എന്താ ഇത്ര കാലം ഒന്നും ചെയ്യാഞ്ഞെന്ന്. ഇനിയിപ്പോ എവന്റെ ഒന്നും ഓച്ചാരമില്ലാതെ പുലിമുട്ടി കുടുംബക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട് അച്ഛൻ. അത് കേട്ടാ മതി. ഇതേലും മുഴുവൻ ഊരം കയറിയല്ലോടാ കുഞ്ഞെ. നേരാണല്ലോ. എന്റെ കണ്ണെത്തിയില്ലെങ്കിൽ ഒരുത്തിനൊരു ഉത്തരവാദിത്വം. പാപ്പൻ അവിടെ നിന്നോ, ഞാൻ ആ പണിക്കാരനെ ഒന്ന് വിളിച്ചോണ്ട് വരാം. ആ മണിയനെയും വിളിക്കും. മണിയാ, എന്നാടാ ദേവസി, കല്ലായച്ച നിന്നെ കുപ്പിയിലിറക്കുവോ? ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് നിനക്ക് എന്നാടാ? നീ എന്നാ ചെയ്യുന്ന? നിന്റെ പെങ്ങന്മാരെ കൊണ്ടും അളിയന്മാരെ കൊണ്ടൊന്നും ചെയ്യാനും സമ്മതിക്കുക. അതിന് നിനക്ക് എന്നാടാ ചെയ്തം? നിനക്കൊരു മണിവിടുന്നതിന്റെ ചെലവില്ലല്ലോടാ. ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാടാ. ഒളിച്ചിരുന്ന് പേടിപ്പിക്കുവാന്നോടാ ചക്കെ. എന്താ വലിയ സന്തോഷത്തിലാണല്ലോ. സന്തോഷിക്കാതെ പിന്നെ. എടാ, നീ എന്നതാ കരുതേ? സൂക്ഷിച്ചു പേടിക്കണം. അതെ,
നീ കരുതണ മാതിരി മുരിക്കല സിമിത്തേരി ഒരു നരകമൊന്നുമല്ല, സ്വർഗമാണ് സ്വർഗം. നിറയെ പൂക്കള്, പുണ്യാത്മാക്കള്, കുറെ അപ്പൂപ്പൻ താടികള്. ഈ പൂക്കളുടെ മണം കല്ലറകളെ മീറ പൂശിയ മാതിരി തോന്നും. അവിടെ ഞാൻ നിന്റെ അപ്പനെയും അപ്പൂപ്പനെയും അമ്മച്ചിയൊക്കെ കണ്ടടാ. കണ്ടടാ. അവരെന്നാ പറഞ്ഞടാ? അവർക്കാർക്ക് നീ മുരിക്കല് വിട്ട് കോന്നായിലോട്ട് കുടിയേറിയത് ഇഷ്ടമായിട്ടില്ല. ഒന്നുമില്ലേലും മുരിക്കല് നിന്റെ അപ്പനപ്പൂപ്പന്മാരുടെ നാടല്ലയോ? അവർക്ക് ഇഷ്ടമായിട്ടില്ല. അവിടെ എവിടെയൊക്കെ സംസാരം കേൾക്കുന്നുണ്ട്. പറമ്പിന്റെ അങ്ങേ തല വരെ നടന്നു. അവിടെ ഒരുത്തരെയും കാണാനില്ല. നീ പറ. ആരാ പാപ്പ അത്? നമ്മുടെ വർക്കിച്ചനാന്നടാ. ഇങ്ങ് പോരെ. എന്റെ ഈശോ മറിയ ഔസേപ്പേ, വർക്കിച്ചനോ? എന്നതാണോ ദേവസ്വം? എന്നാ ഇത് വഴക്കാണോ? ഇവിടെ കൂട്ടുകാരായിരിക്കണം കേട്ടോ. എന്തായിരിക്കും? കൂട്ടുകാരായിരിക്കും. ഇങ്ങനെ അവിടെ ഞാൻ നിന്റെ അപ്പനെയും അപ്പൂപ്പനെയും അമ്മച്ചിയൊക്കെ കണ്ടടാ. പാപ്പന്റെ 80ാം പിറന്നാളാ വരുന്നത്. പുലിമൂട്ടി തറവാട്ടുകാരെ ഒരു വലിയ കുടുംബയോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുക. അച്ഛനോടാ ആദ്യം പറയുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പാപ്പന് വേണ്ടി മാത്രമേ ഉള്ളൂ. അത് പാപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യണം. വരുന്ന കുടുംബയോഗത്തിൽ എല്ലാവരും അവരവരുടെ തീരുമാനം അറിയിക്കും. അത് നന്നായി, വളരെ നന്നായി. തന്നെ വല്ലച്ചോ, പുലിമൂട്ടി കുടുംബത്തിന് ഒരു കുടുംബക്കലറ വേണം. അതും വളരെ നല്ലതാ. കോന്നായി സെമിത്തേരിക്ക് അത് അത്യാവശ്യം. അപ്പൊ അച്ഛൻ കുടുംബയോഗത്തിൽ വരണം. വാടാ. താങ്ക് യു അച്ഛൻ. ആയിക്കോട്ടെ. ഇക്കണ്ട സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സെന്നോട് പറയുവാണ്, ഈ ഭൂമിയിൽ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പൊക്കിയതും ഒന്നും ഒടുവിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്വന്തമായിട്ടാകെ ഉള്ളത് അങ്ങ് താഴെ മുരിക്കലിൽ മണ്ണടിഞ്ഞു പോയ എൻ്റെ അപ്പനപ്പൂപ്പന്മാർ മാത്രം. അതിനിപ്പോ എന്നാ കുഴപ്പം? പാപ്പന് വേണ്ടി കുടുംബത്തിലെ കൊച്ചുമക്കൾ വരെ എന്തിനും തയ്യാറല്ലേ? അങ്ങനല്ലേ പെങ്ങന്മാരെ അവരെ വളർത്തിയിരിക്കുന്നത്? എടാ, ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ കാണാം. അങ്ങ് താഴെ മുരിക്കല് കാണാം, അപ്പനെ അമ്മച്ചിയെ കാണാം, അവരുണ്ടാക്കിയതും മിച്ചം വച്ചതും ഒക്കെ കാണാം. ഇതിപ്പോ പുതിയ കാഴ്ചയൊന്നും അല്ലല്ലോ. പാപ്പൻ നമ്മുടെ എസ്റ്റേറ്റിൽ കാണും. ഒന്ന് എന്ന് വിളിച്ചോണ്ട് വന്നേ. കുഞ്ഞേട്ടോ, പാപ്പൻ എന്തി?
നീ കരുതണ മാതിരി മുരിക്കിയല സിമിത്തേരി ഒരു നരകമൊന്നുമല്ല, സ്വർഗമാണ് സ്വർഗം. നിറയെ പൂക്കള്, പുണ്യാത്മാക്കള്, കുറെ അപ്പൂപ്പൻ താടികള്. ഈ പൂക്കളുടെ മണം കല്ലറകളെ മീറ പൂശിയ മാറി തോന്നും. എടാ കുഞ്ഞേ, ആ പെണ്ണുങ്ങൾ ഓരോന്ന് പറയാനും ഈ പൊട്ടൻ അതൊക്കെ ചെയ്യാനും എനിക്കൊരു കുഴപ്പമില്ലടാ. ഒരു കെട്ട് കൊള്ളാവല്ലോടാ മാപ്പിളെ. ആ നീയോ? ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ? അല്ല, ഈ ലക്ഷണം കണ്ടിട്ട് നീ പെട്ടെന്ന് അങ്ങോട്ട് വരുമെന്ന് തോന്നുന്നല്ലോ. ഹ, ഇതൊന്നുമില്ലടാ, വെറുതെ ചുമ്മാ കെട്ട്. അതിന് മാത്രം പേടിക്കാനൊന്നുമില്ല അവിടെ. അവിടെ ഭയങ്കര സുഖമാ. അതിപ്പോ ഈ പുണ്യാളന്മാരും മാലാകമാരും ഉള്ളത് കൊണ്ടൊന്നുമല്ല, അവിടെ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ടാ. അതിനല്ലാതെ മരണഭയം. അവിടെ പിന്നെ ഒരു മരണം കാത്തിരിക്കണ്ടല്ലോ. അത് ശരിയാ. പിന്നെ നിനക്ക് ഏറെ സന്തോഷം തരുന്നൊരു കാര്യം ഞാൻ പറയാം. മേരി, നമ്മുടെ മേരി ആന്നോടാ. ഒരിക്കലെ പെരുന്നാളിന് മാതാവിന്റെ തിരുരൂപത്തിന് പിന്നീ കണ്ട അതേ ചന്തം. അവളിപ്പം മാലാഖമാർക്കിടയിൽ വാഴുവല്ലേ അവിടെ, ഒരു പുണ്യവതിയെ പോലെ. എന്നടാ അവള് പറഞ്ഞിട്ട് പോയത്? അവള് മടത്തി പോവാടാ. മഠത്തില്